ഹായ് നമസ്കാരം. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മലയാറ്റൂർ മലയിലെ ടച്ചിങ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഷായ് ചേട്ടൻ, മനീഷ് ചേട്ടൻ, അരുൺ സബ്ബ്, പിന്നെ ലാലിച്ചേട്ടൻ, അജയ് ചേട്ടൻ, സനീഷ് ചേട്ടൻ, ഇത്രയും പേരാണ്. ഞങ്ങൾ ഇത്രയും പേര് കൂടി മലയാറ്റൂർ മലയുടെ മുകളിലേക്കുള്ള കേബിളാക്കിയാണ് പുതിയ ലൈനിൻ്റെ ടച്ചിങ്ങിനായിട്ട് ഇറങ്ങിക്കോണേ. അപ്പോൾ നമുക്ക് മുമ്പോട്ട് അങ്ങനെ പോവാം. നമ്മുടെ താഴത്തെ ഭാഗം തുടങ്ങിയിട്ട് മലയുടെ മുകളിലേക്ക് ലൈൻ പോകുന്നുണ്ട്. അവിടെ വരെ നമ്മൾ മലയാറ്റൂർ KCBയുടെ പരിധിയിൽ വന്ന ലൈനാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ കേബിളാക്കി. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം എന്തിനാണോ ഈ ടച്ചിങ് വെട്ടി പോകണമെന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു ചെറിയൊരു സംശയമൊക്കെ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ മലയാറ്റൂർ സീസണായി, മല കയറുന്ന സീസണാണ്. ഇപ്പം മല കയറുന്ന ആൾക്കാരെ സുരക്ഷ നമ്മൾ നോക്കണമല്ലോ, അതിൻ്റെ ഭാഗമൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ തവണയും പെരുന്നാളിന് ഇങ്ങനെ ഒരു വെട്ടലൊക്കെ ഉള്ളതാണ്. നമ്മൾ മുകളിലോട്ട് കയറി പോകണ വഴിക്ക് 2 കുഞ്ഞു പിള്ളേർ, സ്ഥലം എവിടെയാണെന്ന് അറിയില്ല, അവർ മല കയറി പോകണ്ടായിരുന്നു. അവരോട് ഞങ്ങളും ചിരിച്ച് കളിച്ചൊക്കെ അങ്ങ് പോയി. കുറച്ചങ്ങ് കയറി ചെന്നപ്പോൾ അവിടെ കുരങ്ങ് ഇറങ്ങി നിൽക്കണുണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ പേടി. അപ്പോൾ ഞങ്ങൾ ഇത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു. പിന്നെ അവരുടെ പപ്പയും മമ്മിയും അടുത്തെത്തിയായിരുന്നു. പിന്നെ നമ്മൾ മലയുടെ മുകളിൽ ചെന്നിട്ട് ഒരുപാട് വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയുടെ ഇടയ്ക്കുള്ള ഒരു വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ ഡ്രോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ 2 ഷോട്ടൊക്കെ എടുത്തു. അങ്ങനെ എൻജോയ് ചെയ്ത് ഞങ്ങൾ എല്ലാ തവണയും കയറി വെട്ടുന്നതാണ് ഇവിടെ. പിന്നെ തിരിച്ച് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി, മലയുടെ താഴോട്ട് ഇറങ്ങി, കയറുന്ന വഴിയല്ല, മറ്റേ താഴോട്ടുള്ള വഴി കൂടെ ഇറങ്ങി പ്ലാന്റേഷൻ സൈഡിൻ്റെ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് കാടിൻ്റെ അകത്തോടെ പോകാൻ നല്ലൊരു അടിപൊളി വഴിയുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് വേറെ ആരും ഇതിൽ ഇറങ്ങാനൊന്നും ശ്രമിക്കരുത്. ആന അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉള്ളതാണ്. എൻ്റെ കയ്യിൽ ഡ്രോൺ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രോൺ വെച്ച് ഞാനൊന്ന് മൊത്തത്തിലൊന്ന് വാച്ച് ചെയ്തിട്ടാണ് ഞങ്ങളതിൽ താഴോട്ട് ഇറങ്ങിപ്പോയത്. പിന്നെ ചില്ലറ വെയിലല്ല കേട്ടോ ഇവിടെ, പറയാണ്ടിരിക്കാൻ വയ്യ. ഇത്രയും വെയിൽ, നിങ്ങൾക്ക് വെയിലിൻ്റെ ഒരു ആഘാതം അറിയണമെങ്കിൽ അവിടെ നിൽക്കുന്ന ഇലകളും പുല്ലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ ഞങ്ങൾ ഈ ടച്ചിങ്ങിൻ്റെ ഇടയ്ക്ക് കൂടെ ഉള്ള ഒരു സഞ്ചാരമായതുകൊണ്ട് മൊത്തത്തിലൊന്ന് എൻജോയ് ചെയ്ത് അങ്ങോട്ട് പോകും, അല്ലാണ്ട് നിവൃത്തിയില്ല. ഇതുണ്ടോ, ഇതെവിടെയെങ്കിലും ഇതുപോലെ ഒന്ന് കാണാൻ പറ്റുമോ? ഇതിന് മഴയൊക്കെ പെയ്തിട്ട് ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നല്ല പച്ചപ്പിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ ഒരു രംഗമുണ്ട് ഇവിടെ. അതിൻ്റെയൊക്കെ വീഡിയോ പിന്നീട് വരുന്നതായിരിക്കും. കൊടുങ്കാട് എന്ന് പറഞ്ഞാൽ കൊടുങ്കാടാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. പിന്നെ ഞങ്ങളെല്ലാ തവണയും വെട്ട് കഴിഞ്ഞിട്ട് ഇതിലേ തന്നെയാണ് ഇറങ്ങി പോകുന്നത്. പിന്നെ കണ്ണിമംഗലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കണ്ണിമംഗലത്തേക്ക് ചെന്നാണ് ഇത് ഇറങ്ങണ സ്ഥലം. നല്ല ഒരു വൈബാണ് അവിടെ. കണ്ണിമംഗലം പോവാത്തവരായിട്ട് ആരും ഇല്ല, കാരണം അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ആ ചായക്കട ഞങ്ങൾ താഴെത്തുമ്പോഴേക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചായക്കടയുടെ കാര്യം പറഞ്ഞിട്ട് പറ്റിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പിന്നെ വെള്ളം താഴ്ച ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ചെല്ലണ സമയത്താണ് അവിടെ ഒരു റബ്ബർ തോട്ടമുണ്ട്. പ്രൈവറ്റ് പാർട്ടിയുടെയാണ്. അവിടെ ഒരു നല്ല അടിപൊളി കിണറുണ്ടായിരുന്നു. അവിടെ നിന്ന് വെള്ളം കുടിച്ച് പിന്നെ പെട്ടെന്ന് നടന്നു, കാരണം വിശപ്പായി. വന്നിട്ട് വേണം, മുകളിൽ നിന്ന് കാര്യം ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് ഫുഡൊക്കെ തന്നിരുന്നു. എന്നാലും ഇതിലെ നടന്നിറങ്ങുമ്പോൾ നല്ലൊരു വിശപ്പ് ആയിരുന്നു. സമയം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ താഴെ എത്തിയപ്പോഴേക്കും. പിന്നെ ഞങ്ങൾ ആ പറഞ്ഞ ചായക്കടയുടെ ഫ്രണ്ടിലെത്തി കഴിയുമ്പോൾ പശുക്കൾ ഇങ്ങനെ നിരനിരയായിട്ട് പോകണം. ഇതാണ് കേട്ടോ കണ്ണിമംഗലത്തെ രമണഞ്ചേൻ്റെ ചായക്കട എന്ന് പറയണേ. ഇവിടെ വന്ന് ചായ കുടിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അവിടെ ഉള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അവിടെ സ്പെഷ്യൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.